ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഒട്ടുമിക്ക പേർക്കും അറിയാത്ത ഒരു ചെടിയാണ്. ഇതാണ് ഇഞ്ചിപ്പുല്ല് അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് എന്ന് അറിയപ്പെടുന്ന ചെടി. ഇത് കുറച്ച് വലുതാണ്. യാദൃശ്യമായിട്ട് ഞാൻ അടുത്ത വീട്ടിലെ പറമ്പിലോട്ട് എത്തിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോഴേ ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോഷനൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ, പുൽത്തൈലം, ലെമൺ ഗ്രാസ് പുൽത്തൈലം എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ക്ലീനിങ് സൊല്യൂഷനായിട്ടൊക്കെ ഒഴിക്കാറുണ്ട്. വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ. ഇതിനൊരു ആൻറ്റിസെപ്റ്റിക് ഗുണമുള്ളതാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും കാണാനില്ല. കേരളത്തിൽ ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും ഒക്കെ ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് മെഡിസിനൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സോപ്പ് നിർമ്മാണം, കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് പണ്ട് നമ്മുടെ നാടുകളിലെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറവാണ്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കൊട്ടൻകോലി എന്ന് പറയും. ഇനി കൊട്ടൻ ചുക്കാതിയൊക്കെ ഇതിൻ്റെ ബാക്കിയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിന് ഈ ഇലയ്ക്ക് നല്ല മണമാണ്, ഞെരടി മണപ്പിച്ചാൽ നല്ല മണമാണ്. അതുപോലെ തന്നെ ഇതിന് പേരറിയാമല്ലോ, ഇഞ്ചിപ്പുല്ലെന്നാണ്. ഇംഗ്ലീഷിലതിന് ലെമൺ ഗ്രാസ് എന്നും. എൻ്റെ ഒരു സംശയമാണ്, നമ്മൾ ഇഞ്ചിപ്പുല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ജിഞ്ചർ ഗ്രാസ് എന്നല്ലേ പറയേണ്ടത്? അതെന്താ ഈ ലെമൺ ഗ്രാസ് ആയത്? ഇനി പുറത്തുനിന്ന് വന്ന പേരായിരിക്കും ലെമൺ ഗ്രാസ്. അപ്പം നാരകപ്പുല്ലെന്നല്ലേ പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ. ഇതാണ് ഇതിൻ്റെ പൂവ്. ഇത് ഈ പൂക്കൾ നല്ല രസമാണ് കേട്ടോ. ഇത് ഞങ്ങൾ കൊച്ചുനാളിലൊക്കെ ഇത് പിടിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിൻ്റെ അരി വീണിട്ട് ഈ പുല്ല് പൂത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് നശിച്ചു പോകും. ഇതിൻ്റെ പൂവിൻ്റെ അരി വീണ് അവിടെയൊക്കെ പുതിയ 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 ചെടികളുണ്ടായാണ് സാധാരണ ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണപ്പെടുന്നത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.